അർബൻ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് പ്രദേശങ്ങൾ വളർച്ചയുടെ ഭാഗമായി നഗരങ്ങളായി മാറിയതിനാൽ നഗരവൽക്കരണത്തിന്റെ അഥവാ അർബനൈസേഷന്റെ നിരക്ക് അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ട്. സിറ്റികളുടെ വളർച്ച മൂലം ഒരുപാട് പ്രോബ്ലംസ് അതോടൊപ്പം ഉയർന്നു വന്നു. വീതി കുറഞ്ഞ റോഡുകൾ, ട്രാഫിക് ജാംസ്, വെള്ളത്തിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും ക്ഷാമം, ഹോസ്പിറ്റലുകളിലെ തിരക്ക്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയവയെല്ലാം നഗരവൽക്കരണത്തിന്റെ പ്രോബ്ലംസ് ആണ്. അർബൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഘടകമാണ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പൽ കമ്മിറ്റി ഓർ മുനിസിപ്പൽ കൗൺസിലിന്റെ രൂപത്തിലാണ് ഇതുള്ളത്. ചെറിയ നഗരങ്ങളുടെയും ടൗണിന്റെയും ഭാഗമാണ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യുകയും സാധിക്കുകയും 21 വയസ്സിന് മുകളിലുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയും ചെയ്യും. SC/ST അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിന് സംവരണ സീറ്റുകളും ഉണ്ട്. സ്ത്രീകൾക്ക് 33% സംവരണ സീറ്റുകൾ ഉണ്ട്. മുനിസിപ്പൽ കൗൺസിലിന്റെ തലവൻ മുനിസിപ്പൽ കൗൺസിലറാണ്. വലിയ നഗരങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുനിസിപ്പൽ കമ്മീഷണറാണ്. നിരവധി മുനിസിപ്പൽ കമ്മിറ്റികൾ ചേർന്നതാണ് മുനിസിപ്പാലിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിർവഹിക്കുന്നത്. റോഡുകൾ, പാലങ്ങൾ, ഹോസ്പിറ്റൽ തുടങ്ങിയവ പണിയുക, ജനനമരണ നിരക്കുകൾ സൂക്ഷിക്കുക, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയവയാണ് മുനിസിപ്പാലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്തം. ചില സമയങ്ങളിൽ പൊതുസമൂഹം അവരുടെ പ്രശ്നപരിഹാരത്തിനായി മുനിസിപ്പാലിറ്റിയിൽ പ്രതിഷേധങ്ങൾ നടത്തുകയും ഉടനടി പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഭാരം കൂടുമ്പോൾ അവർ അത് പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിനെ ജോലികൾ ഏൽപ്പിക്കാറുണ്ട്.